പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ് ടോപ്പ് സിംഗറിലെ നല്ല പാട്ടുകൾ കേൾക്കാനായിട്ടും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ടും. കൃത്യസമയത്ത് നമ്മൾ ദേ എത്തിച്ചേർന്നിരിക്കുന്നു. ടോപ്പ് സിംഗർ ടീം ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം MJ അങ്കിൾ. ഇനി ഒരു സൂപ്പർ സോങ്ങുമായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്വന്തം വൈദ്യുതിയാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. ഒരു സ്പെഷ്യൽ പാട്ടുണ്ട് എന്റെ കയ്യില്. ഏതാ ഒന്ന് പഠിക്കാറ് ചേച്ചി? വൈദ്യുതി കുട്ടി ടിക് 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 സ്റ്റേജിലേക്ക് ക്ലിക് 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 പാട്ടു തുടങ്ങിയാൽ പിക് 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 കയ്യടി വീഴും ടിക് ടിക് ടിക്. എവിടെ കേട്ടിട്ടുണ്ടോ? പോലെ ഉണ്ടല്ലോ. ആരായിരിക്കും എഴുതിയത്? ഇതിന്റെ ഗാനരചയിതാവ് പ്രശസ്ത സംഗീത സംവിധായകൻ MJ ചന്ദ്രനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇത് കയ്യടി വീഴും ടിക് ടിക് ടിക്. ഓക്കെ. അതെ, ഈ സർഗബോധം അത് കൂടിപ്പോയോ? അതൊക്കെ ഒരു പ്രത്യേക മൂഡിൽ വരുന്നല്ലേ. അതിനെ കളിയാക്കരുത്. ഞാൻ മനസ്സിലാക്കുന്നു. ശരിക്കും ഇത്രയും സ്നേഹത്തിൽ ചെയ്തല്ലേ. അതെ അതെ അതെ. എന്നിട്ട് എന്താ മീനുട്ടി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടോ? ആരെ പറ്റിയാ അത് പാടിയത്? അതെ, കുട്ടിയെ പറ്റിയാ പാടിയത് കേട്ടോ. അയ്യോ, മുടിയൊക്കെ വളർന്നല്ലോ. വേഗം ആയിരുന്നു എല്ലാം. ശരിയാണല്ലോ. ആ, തിരിഞ്ഞേ നോക്കട്ടെ. ഒന്ന് തിരിഞ്ഞു കാണിച്ചിട്ട് ഒരു പ്രത്യേക എണ്ണ തേച്ചു. അപ്പൊ ഇങ്ങനെയാണല്ലേ. കുറച്ചു ദിവസം കൊണ്ട് ഇത്ര വരെ മുടി. അതെ. എന്നിട്ട് ഒരു സ്പെഷ്യൽ പാട്ടാ പാടാൻ പോകുന്നത്. ഇതെന്താ ഈ വേഷത്തില്? പഴയ പാട്ടാണോ പാടുന്നത്? ഒരു ടീച്ചറാണോ? ഓ, പഴയ പാട്ടാണോ പാടാൻ പോണേ? ദക്ഷിണാമൂർത്തി സ്വാമി റൗണ്ട് ആണല്ലേ? ഓക്കെ ഓക്കെ. ഏത് പാട്ടാന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ മകൻ കൃഷ്ണൻ. ബാക്കി ഡീറ്റെയിൽസ്. ഫിലിം ഉദയം, വർഷം 1973, പാടിയത് S. ജാനകി അമ്മ, മ്യൂസിക് ഡയറക്ടർ P. ദക്ഷിണാമൂർത്തി സാർ, എഴുതിയത് P. ഭാസ്കരൻ സാർ. കേട്ടാലോ? കേൾക്കാം. അപ്പൊ ടീച്ചർ പാടിക്കോളൂ. ഞങ്ങൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ടീച്ചർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൃഷ്ണാട്ടത്തിനു പോയാൽ പോരാ, കണ്ണനായി
വെരി ഗുഡ് വെരി ഗുഡ്. എന്റെ മകൾ ദ്യുതി കുഞ്ഞ് കൃഷ്ണാട്ടത്തിനു പോകേണം. പോകാമോ നോക്കൊന്നിച്ച്? കൃഷ്ണാട്ടം എവിടെയാണെന്ന് അറിയാമോ? ഇല്ല. ഗുരുവായൂരാണ്, ഗുരുവായൂർ. ഉം. നമുക്ക് ഒന്നിച്ച് പോയാലോ? ആ, ഒരു ദിവസം പോവാം. ഉം, അച്ഛനും അമ്മയൊന്നും കൂട്ടണ്ടാട്ടാ, നമ്മുടെ ഇടയിൽ മാത്രം. ഉം, പോവാമോ? അങ്കിളിലൂടെ വരുമോ? ഉം, വീട്ടിൽ 2 ചേട്ടന്മാരുണ്ട്, ആ ചേട്ടന്മാരെയും കൂടെ കൂട്ടാം. ഉം, എന്നിട്ട് നമുക്ക് പോയിട്ട് നമുക്ക് കൃഷ്ണാട്ടമൊക്കെ കണ്ട് ഉം, ഗുരുവായൂരൊക്കെ കൂടിയിട്ട് തിരിച്ചു വരാം. എന്ത് പറയുന്നു? ഉം. അല്ലേ മധു? അതെ, സംശയമില്ല അവക്ക്. കൃഷ്ണാട്ടം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞു? പോയിട്ടില്ലല്ലോ? ഇല്ല. പോയിട്ടില്ല. കൃഷ്ണാട്ടം നല്ല രസമാണ് കാണാൻ. രാത്രി നടക്കുക ഗുരുവായൂരിൽ. ഉം. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടിന്റെ സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് ദ്യുതികുട്ടി, Thank you. കേട്ടോ. Thank you. എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഹൈ പിച്ച് പോർഷൻസ് പാടിയില്ലേ? ഉം. അഞ്ജന ശ്രീധര വേഷമണിഞ്ഞൊരു, പിന്നെ ലീല ഗോപാല ഭാവങ്ങൾ ഓരോന്നും, പിന്നെ താമരക്കാലടി തങ്കച്ചിലങ്കകൾ, ആ ഹൈ പിച്ച് പോർഷൻസ് ഒക്കെ സൂപ്പർ ആയിട്ട് പാടി. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. Thank you. അതും ഇങ്ങനെ മുഖം സ്റ്റഡി ആയിട്ട്, തല ഇങ്ങനെ സ്റ്റഡി ആയിട്ട് വെച്ചിട്ട് മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല, എഫർട്ട്ലെസ് ആയിട്ട് ആ ഹൈ പിച്ച് പാടി. എന്ത് രസം അത്! കറക്റ്റ്, അത് നല്ല രസമായിരുന്നു ആ കേൾക്കാൻ. Thank you. പിന്നെ ഫസ്റ്റ് പല്ലവിയിലും കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. ഉം. കൃഷ്ണാട്ടത്തിന് പോകണം എന്ന് പറഞ്ഞ സ്ഥലത്ത് പൊന്നിൻ കിരീടം ചാർത്തി അതിൽ വർണ്ണമയിൽപ്പീലി ചൂടി, അവിടെയൊക്കെ കുറച്ച് ശ്രുതി ചില സമയത്ത് ഫ്ലാറ്റ് ആവുന്നുണ്ട്, ചില സമയത്ത് ഷാർപ്പ് ആവുന്നുണ്ട്. ഈ ചരണം മംഗളമേളത്തിനൊപ്പം പ്രേമസംഗീത രാഗത്തിനൊപ്പം അത് കുറച്ച് ഷാർപ്പായി. പക്ഷെ ലാസ്റ്റ് പല്ലവി ഈ ഹൈ പിച്ച് പോർഷൻസും അത് സൂപ്പർ ആയിരുന്നു. Thank you. ഉഗ്രൻ സെലക്ഷൻ ആണ് പാട്ടിന്റെ, Thank you. കേട്ടോ. Thank you. പിന്നെ എന്താ ഒരു സ്ഥലത്ത് മറിഞ്ഞു പാടിയല്ലോ, നേരത്തെ പാടിയല്ലോ ഈ ഗോരോചന കുറിയോടെന്നുള്ളത് അവസാനമാണല്ലോ പാടിയത് ആ ചരണം. അതെന്താ മാറ്റി പാടിയത്? മാറിപ്പോയി. മാറിപ്പോയതാണ്. എന്നാലും അത് ബ്രില്യന്റ് ആയിട്ട് ചെയ്തല്ലോ. അതെ, നമ്മൾ ആരും അറിഞ്ഞില്ല. ഞങ്ങൾ അറിഞ്ഞില്ല. നമുക്ക് സംശയം, നമുക്ക് തെറ്റിപ്പോയതാണ്. അവിടെയാണ് മിടുക്ക് ദ്യുതികുട്ടിയുടെ. അത് കൊള്ളാം. അതെ അതെ, കൊള്ളാം. വെരി ഗുഡ് കേട്ടാ, എനിക്കിഷ്ടായി. ഈ ശ്രുതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ രാഗത്തിന്റെ ഭാവമൊക്കെ നന്നായിട്ട് വന്നു. ഈ പഠിച്ചിട്ടുണ്ടോ ഈ രാഗമൊക്കെ? പഠിച്ചിട്ടുണ്ടാ? ആരാ പഠിപ്പിച്ച ഈ രാഗമൊക്കെ? എന്റെ സനീഷ് മാഷ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? ആ, വെറുതെ അല്ല. ആ രാഗഭാവമൊക്കെ കറക്റ്റ്. രാഗത്തിന്റെ പേരെന്താ? ശുദ്ധ സാവേരി. ശുദ്ധ സാവരി. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ആരഭി. യെസ്, അങ്ങനെ 2-3 രാഗങ്ങളുടെ ഒന്നിച്ചുള്ളതാണ്. അതെ, ശുദ്ധ സാവരി മാത്രമല്ല കേട്ടാ. ഇപ്പൊ സ്വാമിയോട് ചോദിച്ചാൽ ഇത് രാഗത്തിൽ ചെയ്ത് ചോദിച്ചാൽ നാരായണ നാരായണ എന്ന് പറയും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ദ്യുതികുട്ടി മിടുക്കിയായിട്ട് പാടി കേട്ടോ. Thank you. നല്ല രസം ഉണ്ടായിരുന്നു. ആ അവസാനത്തെ പല്ലവിയും പിന്നെ ആ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ചരണത്തിലത്തെ ആ ഹൈ പോർഷൻസ് പാടിയതൊക്കെ നല്ല സൂപ്പർ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ആ രാഗത്തിന്റെ എന്താ ഭാവമൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. Thank you. മാത്രമല്ല നല്ല എഫേർട്ട്ലെസ്. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ സ്റ്റഡി ആയി നിന്ന് പാടുക. ഒരു മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല. അതുപോലെ അങ്ങനെ നിന്ന് പാടുകയാണ്. അത് സൂപ്പറാ കേട്ടോ. അതൊരു സംഭവമാണ് അതൊക്കെ. Thank you. അതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. പറഞ്ഞ പോലെ മധുചേട്ടൻ പറഞ്ഞ തന്നെ എന്താ പറയാ, ആദ്യം ഫസ്റ്റ് പാടിയ പല്ലവിയില് കുറച്ച് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ചരണത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് തോന്നി. ആ താളത്തിൽ ആടേണം എന്ന് പറഞ്ഞ പാടിയ ഭാഗമൊക്കെ ചെറുങ്ങനെ ആ ഒരു എന്താ പറയാ, രാഗത്തിന്റെ ഒരു ഫുൾ ക്ലാരിറ്റി വരാത്ത പോലത്തെ ഒരു ഫീൽ ചെയ്തു. പക്ഷെ മൊത്തത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ദ്യുതിക്കുട്ടി പാടി കേട്ടോ. Thank you. മിടുക്കിയായിട്ട് പാടി. ഇനി ഇതുപോലെ തന്നെ പോട്ടെ, നന്നായി പ്രാക്ടീസ് ചെയ്യണേ കേട്ടോ. ബ്രെത്തൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ബ്രെത്തൊക്കെ നല്ല വ്യത്യാസമായിട്ടുണ്ട്. അത് കേൾക്കാനുണ്ട്. ദ്യുതിക്കുട്ടിയുടെ പാട്ടില് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ പോട്ടെ, നല്ല പ്രോഗ്രസ് ഇങ്ങനെ മേലോട്ട് ഉയർന്ന് പോട്ടെ നമ്മുടെ ദ്യുതിക്കുട്ടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Thank you. കുഞ്ഞേ, എനിക്ക് തോന്നുന്നേ കുറച്ചൊന്ന് പിച്ച് കൂട്ടി നോക്കിയാലോ? എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. എന്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിനു പോകേണം. കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. മേളിലോട്ടുള്ള പോർഷൻ പാടി നോക്കാമോ? അഞ്ജന ശ്രീധര വേഷമണി. അയ്യോടാ, മേളിൽ പോവില്ല. കൂടിപ്പോയി. ഐ എം സോറി കുഞ്ഞേ. ഞാൻ വിചാരിച്ചു ചിലപ്പോ അവിടെ എത്തിയാലോ. ട്രൈ ചെയ്താൽ ചിലപ്പോ കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ചുമ്മാ കേൾക്കാൻ. അഞ്ജന ശ്രീധര വേഷമണി. വന്നല്ലോ. കറക്റ്റ് കിട്ടിച്ചു.
യെസ്. അത് നന്നാവോ? എനിക്ക് തോന്നുന്ന പ്രാക്ടീസിൽ അത് നന്നാവുന്നാണ് അതെ, അതെ, തോന്നുന്നത്. അതെ. പക്ഷെ അവള് ട്രൈ ചെയ്ത് നോക്കുന്ന കാണാൻ നല്ല രസമാണ്. രസമുണ്ട്. പറഞ്ഞപ്പോഴേ അവളത് അനുസരിച്ചു. ഭയങ്കര മിടിക്കാണേ. അതെ. അതെ. മാത്രമല്ല ശബ്ദം നമ്മൾ കാണുമ്പോഴേ ശരിക്കും ജാനകിയമ്മ പാടിയത് പോലെ പാടാനായിട്ട് കുഞ്ഞിയുടെ ശ്രമിക്കുന്നുണ്ട്. ശ്രമമുണ്ട്. അതെ അതെ അതെ. അതൊരു വെറും ഇമിറ്റേഷൻ അല്ല, അത് ദ്യുതി അത് എടുത്തിട്ട് ദ്യുതിയുടേതായിട്ട് അത് പാടാൻ ശ്രമിക്കുകയാണ്. അത് ഒരു ഗംഭീരം തന്നെയാണ്. അത് റെയറാണ്. ചില കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ള ടാലന്റ് ഉള്ളത്. അതെ. അത് നമ്മുടെ ദ്യുതിക്കുണ്ട്, സംശയമില്ല. അപ്പൊ എന്റെ കൂടെ വരണം കേട്ടോ. ഉം. എവിടെ വരും? ഗുരുവായൂർ. ഗുരുവായൂർ അവിടെ വരും. അപ്പൊ ഞാൻ വീട്ടിലെ ചേട്ടന്മാരത്തും കൂടെ പറയാം കേട്ടോ. ഉം. ഓക്കെ. ഉം. അപ്പൊ നമ്മൾ എത്ര പേര് ഒന്നിച്ചു പോകും? എന്നെയും കൂട്ടോ ഇല്ല പ്ലീസ്. ഇല്ല. എന്നാ നിങ്ങൾ പൊക്കോ. ഞാനും ആരി ചേച്ചിയും മധുങ്ങളും നമ്മള് നമുക്ക് വേറൊരു വണ്ടിയിൽ പോവാം. എത്ര പേരെ കൂട്ടണം? ആരെയൊക്കെ കൂട്ടണം? ആരെങ്കിലും കൂട്ടാം. ആരെങ്കിലും അവർക്ക് എന്തായാലും എങ്ങനെ ഇവിടെ അച്ഛനമ്മയില്ല കേട്ടാ. അതൊക്കെ വേണോ? അവര് വേണോ? കൊണ്ടുപോയില്ല. ആ, വേണമെങ്കിൽ വേണം. നിർബന്ധമൊന്നുമില്ല. ആന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ പോട്ടോ. അപ്പൊ മാർക്ക് വേണ്ടേ? ആ. അപ്പൊ നമ്മുടെ വൈദ്യുതി കുട്ടിക്ക് ഇന്ന് 97 ഔട്ട് ഓഫ് 100. അപ്പൊ ചാറ്റ കൃഷ്ണാട്ടത്തിന് പൊക്കോട്ടോ. ബൈ ബൈ. മധുങ്കൾ ഓയ്. അങ്ങനെ പെരുന്നാളൊക്കെ ആയിട്ട് ഒരാള് പാടാൻ എത്താൻ പോവാണ്. ഒരു ആഹാ. സൂപ്പർ സോങ്ങുമായിട്ട് മെലഡി റൗണ്ടില് പെർഫോം ചെയ്യാനാണ് വരുന്നത്. ഓക്കെ. വിളിക്കാം നമുക്ക്. തീർച്ചയായിട്ടും. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജിതക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. 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 ഒരു മൊത്തത്തിൽ പ്രിൻസസ് വരുന്നു. തിളങ്ങുന്നുണ്ടല്ലോ മൊത്തത്തിൽ. വെറൈറ്റി അതെ 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 അതെ. ഇത് കൊള്ളാലോ. ഇതെന്താ? നല്ല രസമുണ്ടല്ലോ. ഇത് ഉപ്പുപ്പ തയ്ച്ചതാണോ? അല്ല, ഇത് അഷ്റഫ് മാമ തയ്ച്ചതാ. ആണോ? ആഹാ. അതാരാ? മട അങ്ങള. ഓ പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. അതെ 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 അതെ. ഫാമിലിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കുറെ പേരുണ്ട്. പക്ഷെ ഇത് വളരെ നന്നായിട്ട് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ. അതിന്റെ നന്നായിട്ട്. ഷോൾഡർ ഒക്കെ നല്ല Yes, നല്ല രസമായിട്ട് ഭംഗി. വന്നിട്ടുണ്ട്. അതെ. താങ്ക് യു. നല്ല ഉഗ്രൻ. ഉപ്പ ഇവിടെ ഉണ്ടല്ലോ സ്ഥിരമായിട്ട്. അപ്പൊ ഉപ്പയെ കാണുന്നത് പിന്നെയും സന്തോഷമാണ് കേട്ടോ. ഭയങ്കര സപ്പോർട്ടല്ലേ? ആ. അയ്യോ അന്ന് എന്തൊക്കെയായിരുന്നു. വീണു ഏകദേശം കരഞ്ഞിട്ട്. മുഖത്തൊന്നുകൂടി തെളിച്ചൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ പണ്ടത്തെക്കാളും. മാത്രമല്ല എന്തോ ഒരു കരുതി വന്ന പോലെ ഉണ്ട്. അതെ അതെ. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്നൊക്കെ ഇന്ന് ഞാൻ പൊളിക്കും എന്നുള്ള രീതിയിലാണ്. ഫേവറേറ്റ് സോങ് ആണോ? പൊളിക്കോ? ഇഷ്ടപ്പെട്ട? യെസ്. അതാണ്. അത് കാണാനുണ്ടെന്ന്. അപ്പൊ വലിയ ടെൻഷൻ ഇല്ല ഈ പാട്ടിനെ പറ്റി. ഈസ് ഇറ്റ് റൈറ്റ്? യെസ്. ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ടാണല്ലേ? അതെ. അതെ. ആ. അപ്പൊ ഏതാണ് പാട്ട്? ഏത് പാട്ട് കൊറേ നേരം ഞാൻ ക്ലൂ തരാം മീനുട്ടാ. ആ. ഇച്ചിരി കൂടി clue. ഇനി അടുത്ത ക്ലൂ. ടിറ്റിങ് ടാക് ടാക് ടിറ്റിങ് ടാക് ടാക്. പിന്നെ ഗോപി സുന്ദർ. യെസ്. അയ്യോ മീനുടെ കമോ. യെസ്. സിനിമയുടെ പേര് 10 വർഷമായിട്ട് ഇവിടെ അൻവർ. ഇരിക്കല്ലേ? സിനിമയുടെ പേര് അൻവർ. 7 വർഷം ഈ കണ്ണിന് പാട്ട് മണിയേ. കേട്ടിട്ടില്ലേ? കണ്ണിന് മണിയേ. ആ കൊള്ളാലോ. മിനുട്ടി കൊള്ളാലോ. രാഘു പറഞ്ഞു കൊടുത്തായിരിക്കും. രാഘു അത് അവിടെ ഇല്ല. ആണോ? യെസ്. എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് റഫീഖ് റഫീഖ് അഹമ്മദ്. അഹമ്മദ് Yes. യെസ്. പാടിയത് ശ്രേയാ ഘോഷാൽ മാമും നരേഷ് അയ്യർ സാറും. യെസ്. ഫിലിം അൻവർ, ഇയർ 2010. യെസ്. വെരി ഗുഡ്. ആക്ച്വലി ഈ പാട്ടിന്റെ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ ഉണ്ട്. അൺപ്ലഗ്ഡിൽ പാടിയിരിക്കുന്നത് ഗോപിച്ചേട്ടൻ തന്നെയാണ്. അത് അധികം ആരും കേട്ടിട്ടില്ല. ആക്ച്വലി ഈ ജിതക്കുട്ടി പാടാൻ പോകുന്ന ഒരു പോർഷൻ അല്ലാതെ വേറൊരു സെപ്പറേറ്റ് ഒരു സ്റ്റാൻസ് ഉണ്ട്. അത് ഞാൻ പാടിത്തരാം കേട്ടോ. ആ. പാടി കഴിഞ്ഞിട്ട് ഞാൻ പാടിത്തരാം. ഓക്കെ? ഞാനത് Wait. കേട്ടിട്ടില്ല കേട്ടോ. ഞാനും കേട്ടിട്ടില്ല. യെസ്. പാടിത്തരാം. വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ്. യെസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മേലാതെ തോരാതെ തീരാതെ അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴി നീടേ പിന്നിലണയവളുടെ മൃദുപദചലനവും ഒരു ശ്രുതി അതിൽ നിറയുകയോ അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴി നീടേ കണ്ണിനി മണിയിലെ മിന്നിത്തിരി പോലെ എൻ്റെ മനസ്സാകെ മുന്നിലണയവി പ്രിയനോട് ചെറുചിരിതളൊരു പുലരുളിയല വിതറുകയോ കണ്ണിനി മണിയിലെ മിന്നിത്തിരി പോലെ എൻ്റെ മനസ്സാകെ ഈ നനവുമായി കൂടെയോ ഓരോ തിരകളെ കടലറിയാതെ കരയറിയാതെ മേലാതെ തോരാതെ തീരാതെ നൈസ്. ജിതക്കുട്ടി എന്തോ? ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. Thank you. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നല്ല പാട്ട്, എന്റെ ഫേവററ്റ് പാട്ടുകളിൽ ഒരു പാട്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു കിഴക്ക് പൂക്കും ഈ പടത്തിലെ തന്നെ സോങ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. All songs are very അതെ, good. ഓൾ സോങ്സ്, യെസ്. അൻവറിലത്തെ തന്നെ മിടുക്കിയായിട്ട് പാടി. എനിക്ക് തോന്നിയത് ഫ്രം ദ ടോപ്പ് ആദ്യം തൊട്ടേ ആ ഒരു ബ്രെത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് തോന്നി. ഇല്ലേ ജിതക്കുട്ടിക്കും തോന്നിയില്ലേ? ആ. എന്താ തോന്നിയത്? ബ്രത്ത് ബ്രെത്ത് കിട്ടാണ്ട് കിട്ടാണ്ട്? very good. പറഞ്ഞോ പറഞ്ഞോ. ബ്രത്ത് കിട്ടാണ്ട് വരിക. അതെ അത് ആക്ച്വലി ഫുള്ള് വരണം. അത് ജിതക്കുട്ടി പാടുമ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അത് വന്നുകൊണ്ടിരുന്നത്. അത് എനിക്ക് തോന്നുന്നു പാട്ടിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നോക്കുമ്പോൾ ബ്രെത്ത് ആയിരുന്നു ഇന്നത്തെ മെയിൻ ശത്രു. അതെ, ശത്രു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന്. എസ്പെഷ്യലി അവിടെ ഒരു മെയിൽ പോർഷൻ വരുന്നുണ്ടല്ലോ, ലൈക്ക് അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ കണ്ണിനി മനിയിൽ, അത്രയും പോർഷൻസ് അതവിടെ പാടുന്നുണ്ട്. ഡ്യുവറ്റാണ്. അതുകൊണ്ട് ബ്രെത്തിലാണ് ഇന്ന്, ബ്രെത്ത് ജിതക്കുട്ടീനും കൊണ്ട് പോയി ഇന്ന്. അങ്ങനെ തോന്നി എനിക്ക് ഇന്ന് പാടിയപ്പോ കേട്ടോ. പിന്നെ ഒരു ക്ലാരിറ്റി കുറവ് എനിക്ക് തോന്നി. കടലറിയാതെ എങ്ങനെയായിരുന്നു അത്? കടലറിയാതെ ഇപ്പൊ കുറച്ചും കൂടെ കിട്ടി. നേരത്തെ പാടിയപ്പോ അതിനൊരു സ്ലിപ്പായിരുന്നു അത്. അതെ അതെ. അതുപോലെ കരയറിയാതെ ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയായിരുന്നു? യെസ്, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സ്ലിപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എല്ലാത്തിന്റെയും റൂട്ട് കോസ് ഈ പറഞ്ഞ പോലെ ഈ ബ്രെത്ത് കുറയുന്നതായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ നന്നായി പാടി, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു ജിതക്കുട്ടിയുടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നമുക്കേ ഈ പുട്ടുണ്ടെങ്കിലേ അതിന്റെ കൂടെ എന്തിട്ടാ നന്നാവും? തേങ്ങ. പീര ഇടുന്നു അല്ലേ? അത് ഇങ്ങനെ വിതറുമ്പോഴത്തേക്കും അതിന്റെ സ്വാദ് ഭയങ്കരമായിട്ട് കൂടുമല്ലേ? അപ്പൊ എനിക്കിന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പുട്ടിന് പീര ഉണ്ടായിരുന്നു അവിടെ നല്ല രസമായിരുന്നു. പക്ഷെ പുട്ടിന്റെ കാര്യം നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വെള്ളം കൂടിപ്പോയോ? വേവ് കൂടിപ്പോയോ? എന്തോ ഒരു വേവോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ എലിമെന്റോ എന്തോ, അല്ലെങ്കിൽ അവസാനം എടുത്തതോ അത് കുത്തിയപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒടിഞ്ഞു പോയോ? ഒടിഞ്ഞു പോയോ? മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അത് എപ്പോഴും നമ്മൾ അതിന്റെ ഹാർട്ട് ഓഫ് ദ സോങ് അത് നമ്മൾ സംരക്ഷിക്കണം. അത് പാട്ടുകാർ എപ്പോഴും അത് ചെയ്യണം കേട്ടോ. അപ്പൊ അത് ചില ഇടങ്ങളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും നരേഷ് പാടിയിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അത് കുറച്ച് ഹൈ ആണ്. അത് പാടിപ്പിച്ചല്ലോ. അപ്പൊ അത് പെട്ടെന്ന് അത് അങ്ങോട്ട് ആ ഹെഡ് വോയിസിൽ അങ്ങോട്ട് റീച്ച് ചെയ്യാനായിട്ട്, ആ കറക്റ്റ് പിച്ചിൽ റീച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 ലൈൻസ് എന്ന് പറഞ്ഞാൽ അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴിനീളെ എന്ന് പാടിയത് നന്നായിരുന്നു. അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴിനീളെ പിന്നിലണയ വഴിവളുടെ മൃദുപദചലനവും ഒരു ശ്രുതി അതിൽ നിറയുകയോ. അന്തിവയിൽ നാളം നിന്റെ ചിരി പോലെ മിന്നി വഴിനീളെ. അവിടെ പുട്ടും ഉണ്ടായിരുന്നു, തീരെയുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ശ്രദ്ധ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് വലിയ പരിക്കില്ലാതെ പോകാൻ പറ്റും. അതിന് ഇത് ഉപയോഗിക്കണം, ഇന്റലിജൻസ്. നല്ല ഇന്റലിജന്റ് ആയിട്ട് പാട്ട് സെലക്ട് ചെയ്യണം. അപ്പോ അത് ശ്രദ്ധിക്കുമല്ലോ. ശ്രദ്ധിക്കൂലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നെ ഇടിയുള്ളൂ ഞാൻ കേട്ടാ. ഓക്കെ, നല്ല സെലക്ഷൻ ആയിരുന്നു. ഇതിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ എല്ലാ പാട്ടുകളും, ഈ അൻവറിലെ എല്ലാ പാട്ടുകളും എനിക്കും വളരെ ഇഷ്ടമാണ്. ഇതില് ഇപ്പൊ ആര്യയും എംജെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കൂടുതലും എനിക്ക് ബ്രത്ത് ഇഷ്യൂ ആണ് ആദ്യം ജിത ക്ലിയർ ചെയ്യേണ്ടത് കാര്യം. മെയിനായിട്ട് ബ്രത്തിന്റെ കൺട്രോൾ, അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് എടുക്കാം എന്നുള്ളതിനെ പറ്റി കാര്യമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പെർഫെക്ഷൻ കുറച്ചും കൂടി കൂടും പാട്ടിന്. ഓക്കെ, സെറ്റ് അല്ലേ? പെരുന്നാളൊക്കെയാണ്, മറന്നുപോയി. നമുക്ക് ഉന്നം കൈ കിട്ടിയില്ല. അത് മോശമായി. അത് നീ ഇവിടെ കൊണ്ട് വേറെ ഏതോ ഒരു ദിവസം കൊടുത്തതിന് ഞാനില്ലായിരുന്നു. എന്നിട്ട് എന്നെ നിങ്ങൾ ആരും പരിഗണിച്ചില്ല. മറന്നു എന്നൊക്കെ പറഞ്ഞു. ചോക്ലേറ്റ് കിട്ടിയോണ്ട് അത് ഞാൻ മറന്നു എന്നൊക്കെ പറഞ്ഞു. ഇല്ല, ഞാൻ മറന്നില്ല. എനിക്ക് വീണ്ടും ഓർമ്മ വന്നു. പെട്ടെന്ന് പെരുന്നാളായി. മാറും ഇങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടാളുടെ അടുത്ത് ഞാൻ പ്രതീക്ഷിച്ചു. ചേട്ടൻ എനിക്ക് മുട്ടയും കൊടുത്തതുകൊണ്ട് ചേട്ടനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പക്ഷെ ഈ രണ്ടുപേരെ ഞാൻ അത് ഞാൻ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ പോയതാ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയതാണെങ്കിൽ പിന്നെ ക്ഷമിച്ചേനെ. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തെങ്കിലും മക്കളെ വിഷമിക്കണ്ട, അച്ഛൻ കൊണ്ടുവരാട്ടാ. ആണോ? ഉന്നക്കായ വെച്ചോണ്ടരാട്ടാ. റിയലി? അപ്പൊ നമുക്കായി നിങ്ങൾക്കായി ഒന്നുമില്ല, എനിക്കായി മാത്രമേ ഉന്നക്കായി ഉള്ളൂ. ജിതു, എന്തായാലും ഞാൻ വിടത്തില്ല. തീർച്ചയായിട്ടും ഈ പെരുന്നാളല്ലേ, എന്തെങ്കിലും തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പോരെ പോരെ, പരിപ്പോടാ ഞങ്ങളുടെ ഇപ്പൊ എനിക്ക് വിഷമമായേനെ. നിനക്ക് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇതുവരെ പെരുന്നാളിന് കിട്ടിയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമ്മാനം കിട്ടിയത്. ആഘോഷിപ്പിൻ. അപ്പൊ ഇത് പെരുന്നാൾ സ്പെഷ്യൽ ഡ്രസ് ആണല്ലേ ഇത്? ഓ, അതാണ് ഇത്ര തിളക്കം. കൊള്ളാം. എന്തായാലും ഒരു പെരുന്നാൾ സ്പെഷ്യൽ പാട്ടും കൂടെ പാടിത്തരാം. മറ്റേ ആ പാട്ടിന്റെ അധികം കേൾക്കാത്ത ഒരു പോർഷനാണ് കേട്ടോ പാടാൻ പോന്നെ. ഓക്കെ, തേടും കതിരേ പുൽകതിരേ എന്റെ വെറുതെ എന്നിതളില്ലോ പുഞ്ചിരിയായി പൊന്നൊളിയായി നീ എൻ കണ്ണീരിൽ മിന്നി മഴവില്ലേ സരോവരമിഴിയിൽ മോഹം താമരയായി ഇനിയും വിടരൂ. അന്തിവേൽ നാളും നിന്റെ ചിരി പോലെ മിന്നി വഴിനീളെ മുന്നിലണയവ ഇവളുടെ മൃദുപദചലനവും ഒരു ശ്രുതി അത് നിറയുകയോ.
അന്തിവെയിലാളം നിന്റെ ചിരി പോലെ മിന്നി വഴി നീളേ ഹേ കനവുമായി കൂടെ ഓരോ തിരകളെ കടലറിയാതെ കരയറിയാതെ മേലാകെ തോരാതെ തീരാതെ ആഹാ Thank you, ആര്യ ചേച്ചി. വാട്ട് ഫീൽ. പുട്ടും ഉണ്ടായിരുന്നു, പീര ഉണ്ടായിരുന്നു. അപ്പോൾ ആ. അപ്പോൾ it is going to be 95 out of 100 for you today. താങ്ക് യു. വളരെ നന്നായി. Ta-da. ചേട്ടാ. ഏട്ടാ. മതിയോ അത്? ഗുഡ് നൈറ്റ്. ഇത്ര മതിയോ? മതിയോ? സന്തോഷത്തോടെ തിരിച്ചു പോന്നു. അത് മതി. പെരുന്നാളൊക്കെ 95 എടുത്താൽ മതിയോ? മച്ചേട്ടാ ഞാൻ ഒരു മാർക്കും കൂടി ഇടട്ടെ. പെരുന്നാളല്ലേ, ആ പാവല്ലേ നമ്മുടെ ജിതുക്കുട്ടി. എം ജെ സർ, ആ ലൈംലൈറ്റിലോട്ട് വന്ന് നോട്ടെ. എടാ, എം ഞാൻ ജെ സാർ, വിചാരിച്ചു എനിക്ക് ഒരു നിനക്കൊന്നും മാർക്ക് ഞെട്ടലില്ലാത്തത്. ഞാൻ വെറുതെ നിന്ന് ഞെട്ടി. ഹാപ്പി ആയിട്ട് അങ്ങ് പോയി. പെരുന്നാളൊക്കെ അല്ലേ, സന്തോഷായി. കിട്ടിയത് കൊണ്ടങ്ങ് പോയി. ഞാൻ എന്തായാലും ഒരു മാർക്കും കൂടി ഇടുന്നുണ്ട് എന്നാ മച്ചേട്ടാ. പിന്നെ ഞാനും കൂടി കൊടുത്തേക്കാം ഒരു മാർക്ക്. അപ്പൊ എത്രയായി ജിതു? 97. ആ യെസ്, you are getting 97 on 100 today. ഇപ്പൊ ഓക്കേ. എന്നാ ടാറ്റ. ബൈ. Bye. ഇനി കൂട്ടൂല. നോക്കണം കേട്ടോ. അവിടെ വരെ എത്തിയിട്ട് അവള് തിരിഞ്ഞു. ഈദ് മുബാറക്, ഈദ് മുബാറക്. ഇന്നുണ്ടല്ലോ ഒരു സൂപ്പർ പെർഫോമൻസുമായിട്ട് റിയാങ്കുട്ടനാണ് വരുന്നത്. പക്ഷെ നമ്മുടെ മധുവങ്കൾ അവിടെ പോയി. ആളെ വിളിക്കാൻ ഇനി സമയം എത്തിയില്ല. ഇങ്ങനെ മുങ്ങുന്ന ഇടയ്ക്കിടയ്ക്ക് ശീലം. മുങ്ങുന്ന സ്വഭാവം പോകുന്ന സ്വഭാവമുണ്ട്. സ്വഭാവം ഉണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുങ്ങാറില്ലായിരുന്നു. ഇപ്പൊ അതും മീനുകുട്ടനെ തുടങ്ങി. അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. ആണോ? സോറി. പക്ഷേ പരസ്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ കാറ്റ് കൊള്ളാം അപ്പൊ പുറത്തേക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പോയിട്ടുണ്ടാവും. വേറിയിട്ട് ആയിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം എന്നാ റിയാങ്കുട്ടനെ വിളിക്കാം. താമസിക്കണ്ടല്ലോ. റിയാങ്കുട്ടനാണ് റെഡി ആയിട്ട് നിൽക്കുക. വിളിക്കാം. സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിയാങ്കുട്ടൻ ഓൺ സ്റ്റേജ്. ഇതാരാ റിയാങ്കുട്ട? ഇതെന്റെ ഒരു അങ്കിളാ, SI വീരപ്പൻ കുറുപ്പ്. മീനുകുട്ടാ, എന്തോ? ഇത് നമ്മളെ കൂടെ ഉള്ള ആളെ പോലെ ഇല്ലേ? അങ്ങനെ അവസാനത്തില്ല. ഉണ്ണി കണ്ടില്ലേ? പക്ഷെ എം ജെ സാറേ, ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയാറ്? മോളെ പോലുള്ള വേറെ 8 പേരെ മോള് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയാൻ പാടില്ല, പ്രത്യേകിച്ച് പോലീസുകാരോട്. അത് കറക്റ്റ്. അയ്യോ സോറി സാർ. മോള് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. താങ്ക് യു സാർ. വീട്ടിലെല്ലാവർക്കും മോളെ വലിയ ഇഷ്ടമാണ്. താങ്ക് യു. അതെ, വീരപ്പ സാർ ഇന്ന് ഇങ്ങോട്ട് വന്നതേ എന്തിനാണെന്ന് മനസ്സിലായില്ല. എങ്ങനെയുണ്ട് എന്റെ ചെറുക്കൻ? എന്റെ ചങ്കിന്റെ ചങ്കാണ് ഇവൻ. റിയാങ്കുട്ടൻ അടിപൊളിയല്ലേ, നന്നായി അസലായി പാടുന്നുണ്ട്. ഇവൻ പാട്ട് പാടുക മാത്രമല്ല, പാട്ട് എഴുതി സംഗീതവും ചെയ്യും. ഇവൻ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്നെയാണ് കേൾപ്പിക്കുക. അതെന്താ, വീട്ടില് വേറെ ആൾക്കാരും ഇല്ലേ? എന്റെ അത്രയും സംഗീതത്തിൽ അറിവുള്ള വേറെ ആരും ഇല്ലല്ലോ. ഓ അങ്ങനെ. ഇവൻ ചെയ്ത കാക്കക്കുട്ടിയുടെ പാട്ട് കേട്ടിരുന്നോ? അത് എന്നെയാണ് ആദ്യം കേൾപ്പിച്ചത്. നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ മാസം പാലാരിവട്ടം സിഗ്നലിൽ റോങ് സൈഡ് വന്ന് ബ്ലോക്ക് ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? അത് ഞാനായിരിക്കാൻ സാധ്യതയില്ല. അല്ലല്ല, അത് നിങ്ങൾ തന്നെയാണ്. അതിന് കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ, ഓസ്ട്രേലിയയിലായിരുന്നു. പിന്നെ എന്താ ദൃശ്യത്തിൽ കളിക്കുകയാണോ? വെറുതെ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഈ താടി വെച്ച മുഖം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അന്നത്തെ ആ പെറ്റി ഇതുവരെ അടച്ചിട്ടില്ലല്ലോ. സാർ അത് ഞാനല്ലെന്നാ പറഞ്ഞില്ലേ? അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാണ്. എന്താ സാർ പ്രശ്നം? എന്റെ റിയാം കുട്ടൻ ഒരു പരാതി പറഞ്ഞു. എന്താ സാർ? റിയാം കുട്ടൻ പറയുന്ന പല കാര്യങ്ങളും ടിവിയിൽ കാണിക്കുന്നില്ല എന്നൊരു പരാതി. അത് ശരിയാട്ടോ സാർ. പക്ഷെ അതൊന്നും ചെയ്യുന്നത് നമ്മളല്ല. കട്ട് ചെയ്ത് കളയുന്നു എന്നുള്ള ഒരു പരാതിയാണ് എനിക്ക് കിട്ടിയത്. അയ്യോ വീരപ്പ സാറേ, അതൊക്കെ ചുമ്മാ പറയുന്നേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്റെ കൊച്ചു കള്ളൊന്നും പറയത്തില്ല. ആരെ ഇതൊക്കെ കട്ട് ചെയ്യുന്ന അവനെ എനിക്കൊന്ന് കാണണം. അയ്യോ സാറേ, ഇവിടെ അതൊക്കെ ചെയ്യുന്നത് നമ്മളാരല്ല, നമ്മുടെ പ്രൊഡ്യൂസറാ രാകേഷ്. അവനെ വിളി. രാജേഷ് ഏട്ടാ, ഇതേ ഒരു പോലീസ് വന്നിട്ടുണ്ടേ. വെറും പോലീസല്ല, SI വീരപ്പൻ കുറുപ്പ്. രാഘു, ഇവിടെ ഒരു SI വീരപ്പൻ കുറുപ്പ് വന്നിട്ടുണ്ട്. ഇയാൾ എന്ത് ചെയ്യണം? സാറേ, പോലീസ് ജീപ്പ് വരുന്നത് കണ്ടപ്പോൾ തന്നെ രാജേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത്.
ഇതുവരെ വന്നിട്ടില്ല. പോലീസിനെ കണ്ട് രാഘു മുങ്ങിട്ടോ. രാഘു മുങ്ങി. ഇനി എന്ത് ചെയ്യും? മുങ്ങിയാലവൻ പൊങ്ങില്ലേ? അപ്പൊ ഞാൻ പൊക്കാം. സാറേ ഉം. നമുക്ക് അവനെ പൊക്കാം. എന്താ സാറേ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരുന്നാട്ടെ. അപ്പൊ എന്താ പറഞ്ഞേ? നമ്മുടെ റിയാൻകുട്ടന്റെ പാട്ട് കേൾക്കാം. എന്താ പറഞ്ഞ? ഒന്നുകൂടി പറഞ്ഞേ. അല്ല അവനെ പൊക്കാന്ന്. സാരഥി അങ്ങോട്ടിരുന്നോ, രാകേഷ് ചേട്ടൻ വരുമ്പോ നമുക്ക് ചോദിക്കാം. എന്തായാലും അവനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അത് മതി, 2 വർത്താനം പറഞ്ഞിട്ട് പോയാൽ മതി. പറ്റുമെങ്കിൽ 2 പൊട്ടിച്ചോ. അത് ഞാനിട്ടു. അപ്പൊ റിയാൻ കുട്ടാ, അപ്പൊ നീ ധൈര്യമായിട്ട് പഠിക്കോ. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ അവിടെ ഉണ്ട്. ഓക്കെ സാർ. കഴിഞ്ഞിട്ടേ പോകൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സുസന സുവാവേ സുന 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 ജുഗന ജുലാലേ ഗുൻഗുൻ സിതാരാ 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 സുസന സുവാവേ സുന 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 ജുഗന ജുലാലേ ഗുൻഗുൻ സിതാരാ സിതാരാ കാക്കാട്ടിലെ കൂക്കൂട്ടിലെ കാക്കാത്തിയെ വാ, പൂപ്പാട്ടിലെ പാപ്പാത്തിയെ പാറി നടന്നേ വാ. കാക്കാട്ടിലെ കൂക്കൂട്ടിലെ കാക്കാത്തിയെ വാ, പൂപ്പാട്ടിലെ പാപ്പാത്തിയെ പാറി നടന്നേ വാ. കുരുന്നേ തുളുമ്പും കുറുമ്പിൻ കൂടമേ, മിന്നിത്തന്നും മിന്നൽ തുമ്പി എന്നും എന്നോടിമ്പം കൂട നീ വായോ. കാക്കാട്ടിലെ കൂക്കൂട്ടിലെ കാക്കാത്തിയെ വാ, പൂപ്പാട്ടിലെ പാപ്പാത്തിയെ പാറി നടന്നേ വാ. കോടമഞ്ഞിൻ കുഞ്ഞാടേ മേടിറങ്ങിപ്പോവല്ലേ, കൂടെയൊന്നും കൂട്ടിരിക്കാം കൊണുങ്ങ. കോടമഞ്ഞിൻ കുഞ്ഞാടേ മേടിറങ്ങിപ്പോവല്ലേ, കൂടെയൊന്നും കൂട്ടിരിക്കാം കൊണുങ്ങ. പുഴയുടെ പാട്ടിൽ പൂവൻ നിലാവിൻ മാമഴച്ചില്ലാൽ മൺകൂടിൽ മേയാം പെൺപണങ്കിൻ തേൻ തേടി കൺമിഴിക്കും കാറ്റിന്നും താരിളം കുരുവിക്കും കല്യാണമായി. കാക്കാട്ടിലെ കൂക്കൂട്ടിലെ കാക്കാത്തിയെ വാ, പൂപ്പാട്ടിലെ പാപ്പാത്തിയെ പാറി നടന്നേ വാ. Hey, ta-n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 a, ta-na-na-na-na-na-na-na-na. പാൽ ചുരത്തും മേഘങ്ങൾ പൈക്കളെപ്പോൾ പായുമ്പോൾ മാരിവില്ലിൻ ചൂരലുണ്ടേ മേയ്ക്കാൻ. പാൽ ചുരത്തും മേഘങ്ങൾ പൈക്കളെപ്പോൾ പായുമ്പോൾ മാരിവില്ലിൻ ചൂരലുണ്ടേ മേയ്ക്കാൻ. തെലുങ്കിലും കാറ്റു തമിഴ് മൊഴി പാട്ടു നിറമുള്ള രാവിൻ ഒറിയൻ നിലാവോ, നിൻ ചിരിപ്പു പൂക്കുമ്പോൾ ചിന്തുമെന്നിൽ പൂച്ചന്തം മറക്കില്ല ഞാൻ എൻ്റെ മാൻപേടയേ. കാക്കാട്ടിലെ കൂക്കൂട്ടിലെ കാക്കാത്തിയെ വാ, പൂപ്പാട്ടിലെ പാപ്പാത്തിയെ പാറി നടന്നേ വാ. കുരുന്നേ
കലക്കി മോനെ, താങ്ക് യു നീ നമ്മളെ ചങ്ക് തന്നെ. താങ്ക് യു. അങ്കിളിന് പാട്ട് ഇഷ്ടപ്പെട്ടോ? പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു, താങ്ക് യു സാർ. വളരെ വളരെ നന്നായിട്ട് പാടി. ഇടയ്ക്ക് ഞാൻ പോലീസുകാരനാണെന്നുള്ള കാര്യം വരെ മറന്നുപോയി. ഇടയ്ക്ക് മധു ബാലകൃഷ്ണനാണെന്ന് തോന്നി. അതാണ് ഞാൻ ഇടയ്ക്ക് ഡാൻസ് കളിച്ചു പോയത്. അങ്ങനെ തോന്നിയോ സാറിന്? ഏ? ഇടയ്ക്ക് മധു ബാലകൃഷ്ണൻ ഇടയ്ക്ക് എപ്പോഴോ ഒരു മധുബാലകൃഷ്ണനെ പോലെ ഒരു തോന്നി. Yes, okay. yes. അല്ല, എനിക്കൊരു സംശയം. ആ. ഉണ്ണിക്കുട്ടന് ജോലി കിട്ടിയോ? പുതിയ ജോലി? ഈ ഇരിക്കുന്ന ഉണ്ണിക്കാണോ ചോദിച്ചത്? ആ ഉണ്ണിക്കൊരു ഉണ്ണിയുണ്ട്. ഈ ഉണ്ണിയുടെ കാര്യമാണോ? ഉണ്ണിക്കുണ്ടൊരു ഉണ്ണി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പിന്നെ ആ ഉണ്ണിക്കാണോ ജോലി? ആ ഉണ്ണിക്കാണ് ജോലി. ഓക്കെ. എനിക്ക് ജോലിയില്ല, പക്ഷെ ജോലി എന്താണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ്? പാട്ടുകാരനും മ്യൂസിക് കമ്പോസറും. അത് ഉറപ്പായിട്ട് ആവുമല്ലോ, ഒരു സംശയമില്ല. നേരെ തിരിച്ചിടട്ടെ, ഏ? മ്യൂസിക് കമ്പോസറും പാട്ടുകാരനും. ആ. ഞങ്ങളെയൊക്കെ പാടിപ്പിക്കുവോ? ആ, രണ്ടും ചെയ്യും. ഓക്കെ, അത് മതി, അതറിഞ്ഞാ മതി. ഹാപ്പി. ഇപ്പൊ ഒരു രക്ഷയില്ലട്ടോ. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ സാ പാ പാ പ പ മ ഗ മ പ മ ഗരി ഗരി സാ എന്നൊരാള് പാടാണ്. ഞാൻ ഞാൻ തന്നെ. ഭയങ്കര ഹിറ്റ് അല്ലേ? താങ്ക് യു. നല്ല രസമുണ്ട്. അയ്യോ, ഗരി മഗ അതെ. എന്നൊക്കെ പറഞ്ഞ് പാടുന്നില്ലേ? പിന്നെ ഉണ്ടല്ലോ ഞങ്ങളെ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയാം. ഇപ്പം സോഷ്യൽ മീഡിയ റിയാങ്കൂട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഫ്ലവേഴ്സിന്റെ യൂട്യൂബ് ചാനലില് നമ്മുടെ ശ്രേയായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെയാ കാണുന്നത്. ഇന്നലെ അതിന്റെ ഔട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ വന്നു ഷോർട്സ് ആയിട്ട്. അപ്പൊ ഞാൻ കാണുന്നേ റിയാങ്കൂട്ടൻ അതില് മീനൂട്ടി ചേച്ചിന് ഇഷ്ടമാണെന്നുണ്ട്. ഇവൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നേ. അയ്യോ, നമ്മളിങ്ങനെ ചെയ്യുമ്പോ ചിന്തിക്കേ ഇല്ല ഇവൻ ഇതൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇത് കാര്യമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നൊന്നും. ഞാൻ ശരിക്കും ഇന്നലെ അത് കണ്ടിട്ട് കരഞ്ഞു. എനിക്ക് നമ്മൾ തീരെ പ്രതീക്ഷ ചെയ്യുന്നതാണെങ്കിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യും ഇവൻ അങ്ങനെ ഇഷ്ടമാവും. പക്ഷെ നമ്മൾ ഇവനെ കയ്യെ പിടിച്ച് കൊണ്ടുവരുന്നത്, ഇവന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയുന്നത്, അതൊക്കെ റിയാങ്കൂട്ടം ഭയങ്കര ഓർത്തിരുന്നിട്ട് ഇവൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. ഞാൻ എന്നിട്ട് ഇന്നലെ ശ്രേയനെ വിളിച്ച് കുറെ ചാടിയിട്ടു. കണ്ടോ എന്റെ പിള്ളേർക്ക് എന്നോടുള്ള സ്നേഹം കണ്ടോ? പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. താങ്ക് യു. കാണാത്ത ആൾക്കാര്, നമ്മുടെ ഓഡിയൻസ് അത് കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് എന്തായാലും ആ ഫുൾ ഇന്റർവ്യൂ ഒന്ന് കാണണം കേട്ടോ. അതിലിപ്പം ഞാനത് കണ്ടപ്പോഴേ ആ. റിയാങ്കുട്ടനെ പറ്റി ഒരു ചെറിയ പാട്ടുണ്ടാക്കി. അതെ പാട്. എങ്ങനെയാന്ന് വെച്ചാ റിയാങ്കുട്ടൻ ഡിങ് 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 പാട്ടുപാടി സിങ് 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 കൈയടിച്ചു ചിങ് 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 വേദി മുഴുവൻ സ്വിങ് 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 റിയാങ്കുട്ടൻ ഡും 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 ചിരി വരുമ്പോൾ ബും 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 കുഞ്ഞു ശബ്ദം ടം 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 ഹൃദയം മുഴുവൻ ഹം ഹം ഹം. ഈ പാട്ട് വളരെ നന്നായിട്ടുണ്ട്, അതുകൊണ്ട് ആ ഫൈൻ ഞാൻ ഒഴിവാക്കി. ഓക്കെ, സാർ ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുവോ? യൂട്യൂബ് ഇടാം. ഞാനൊരു പാട്ടുണ്ടാക്കാൻ പരിശ്രമിക്കുന്നു. പാട്ടുണ്ടാക്കി ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്യണം, എനിക്ക് അങ്ങനെ ഇഷ്ടമായി. പിന്നെ ഞാൻ റിയാങ്കുട്ടനെ ഇത് കഴിഞ്ഞാൽ റിയാങ്കുട്ടനെ എന്റെ കൂടെ കൂട്ടും കേട്ടോ. എവിടെ അസിസ്റ്റന്റ് ഇട്ടോ? പിന്നെ സംശയം അതൊക്കെ വേണോ സാറേ? ഹാപ്പിയാണ്. നമുക്ക് ആയിക്കളയാം. ആദ്യം ഞാൻ പഠിച്ചിട്ട് പിന്നെ ആവാ. ശരി, ഓക്കെ. റിയാങ്കുട്ടൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ. ആ റിയാങ്കുട്ടനെ കൈ പിടിച്ച് കൊണ്ടുപോവാ കേട്ടോ. ഓക്കെ. ഓക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് റിയാങ്കുട്ടന്റെ ആ മ്യൂസിക്കാലിറ്റിയാണ്. ഈ ബീജത്തിലൊക്കെ ആ റിതം ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെറിയ അതാണ് എന്ന് പറഞ്ഞാൽ അത് ഫീലിംഗ് ദ റിതം എന്ന് പറയും. അത് ഞാൻ പ്ലാൻ ചെയ്തതല്ലായിരുന്നു. അതാണ് പറഞ്ഞത്. തന്നെ വന്നതാണ്. ആ തന്നെ ഞാൻ അതാണ് നമ്മുടെ ചങ്ക്. അതാണ് നമ്മുടെ ചങ്ക്. ഒരൊറ്റ സെക്കൻഡ്, ഒരാളത്തെ ഒരു കാര്യം ശരിക്കും പറയാനുണ്ട്. എന്താ? അവിടെ മിണ്ടാണ്ടിരിക്കട്ടെ ഉണ്ണിക്കുട്ട. എന്റെ ഉണ്ണിയെ പറ്റി കാര്യം പറയരുത് കേട്ടോ, കള്ളാൻ. അതെന്താ സാറ് ഭാവമാറ്റം പോലെ? എന്തായാലും വടി ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്, ആരും പേടിക്കണ്ട. ധൈര്യമായി പറഞ്ഞോ. അപ്പൊ അത് പിന്നെ കുരുവിക്കും കല്യാണമായി എന്ന് പറഞ്ഞത് മറക്കില്ല ഞാൻ എന്റെ മാൻപേടയെ. ആ മാൻപേടയെ പാടിയപ്പോഴത്തേക്കും ഒരു ബേസ് കൊണ്ടുവന്നില്ലേ? അത് വേണമെന്ന് വെച്ചായിരുന്നില്ലേ? ചരണത്തിന്റെ അതെനിക്ക് അറിയാതെ വന്നതാ. പക്ഷെ ഞാൻ ആ ഫീല് എനിക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ. എനിക്കത് അറിയാതെ വന്നതാ. അറിയാതെ അപ്പൊ ഡബിൾ കൈഡി രണ്ട് സ്ഥലത്തും അറിയാതെ വന്നു. അത് രണ്ടും ഗംഭീരായിരുന്നു കേട്ടോ. കേട്ടാ. പിന്നെ ഹമ്മിങ് എന്തായിരുന്നു?
ഇടയ്ക്കൊരു ഹമ്മിങ് ഉണ്ടായിരുന്നല്ലോ. അമ്മി ആ തനനാന. ആ തനനാന, അത് കൊള്ളാം. താങ്ക് പക്ഷെ യു സാർ. കുറച്ചുകൂടെ ക്ലാരിറ്റി പാടി നന്നായിരിക്കില്ലേ റിയങ്കുട്ട? സംഗതി അല്ലേ? ആ സംഗതി. ഓക്കെ, ഇതിൽ ഏത് നോട്ടാണ് ഇതുവരെ പാട്ടിൽ ഇല്ലാത്ത ഒരു നോട്ട്? പാട്ടില്ലാത്തത് അവിടെ മാത്രം പാടുന്ന ഒരു നോട്ട് ഏതാണ്? ഗായാണോ? അതാണ് സംശയം. ആ, ഇപ്പൊ റിയങ്കുട്ടന് 10ൽ 20 മാർക്ക്. യെസ്. പമഗ പമഗ അനഗ. വേറെ എവിടെയെങ്കിലും വരണ്ടോ ഈ പാട്ടില്? അതോ ഇല്ല. ഈ പാട്ടിലില്ല, പക്ഷെ വേറെ പാട്ടിലുണ്ട്. ഈ പാട്ടിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. വേറെ പാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഈ പാട്ടിൽ ആ ഭാഗത്ത് മാത്രമാണ് ആ ഗാന്ധാരം ഗാ വരുന്നത്. വരുന്നത്. വലിയ ഗാ വരുന്നത്. ആ അതെ അതാണ് അതെ. പറഞ്ഞത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഔസേപ്പച്ചൻ ചേട്ടൻ അല്ലേ? അതെ, അതെ, ആ, അതെ. ആ. അപ്പൊ മ്യൂസിക് കമ്പോസർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ആണോ? അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓ അങ്ങനെയുള്ള കാര്യങ്ങൾ റിയങ്കുട്ടൻ ശ്രദ്ധിക്കും, സംശയമില്ല. എന്നാലും അങ്കിള് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഓ ഓ അപ്പൊ ഇന്ന് ഇറ്റ് വാസ് എ വെരി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഇനി ഉണ്ണിയുള്ള ഉണ്ണിക്കുട്ടനോട് ചോദിക്കട്ടെ. ഉണ്ണിക്കുട്ടാ, ചങ്കേ, എന്തോ ഒരു കാട്ടിലെ പോരെ, കാട്ടിലെ കൂട്ടിലെ എന്തിനു പറഞ്ഞു? അത് അവര് അങ്ങനെ ഉണ്ടാക്കിയത്. ഓക്കെ, സാറില്ല അത് ആ പാട്ടിലുള്ളതാണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ കരുതണ്ടോ? അതുണ്ട്. ഓക്കെ, അതുണ്ട്. എല്ലാവരും സംശയമാണ്, പോലീസുകാരനായി പോയില്ലേ? CID ബുദ്ധി ഉണർന്നതാ. അതെ, അതെ. കൃത്യമായി എല്ലാം നിരീക്ഷിച്ച് പറയൂ ഇപ്പൊ. പാട്ടുകാരനെ ഒരു പോലീസ്. അതെ, ഈ കാക്കിക്കുപ്പായത്തിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു പിഞ്ച് ഹൃദയം. പിഞ്ചു ഹൃദയമുണ്ട്, സംഗീത ഉണ്ടായിരുന്നു. കലാകാരനുണ്ട്. കലാകാരൻ. അപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു. ഈ ഹെഡ് വോയിസ് പഠിച്ചത് കൊണ്ട് അത് എപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഹെഡ് വോയിസ് പഠിച്ചതൊന്നുമല്ല, തന്നെ വന്നു. തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട്. ഇന്നിപ്പോ പാടിയപ്പോ കുറെ ഭാഗത്ത് ഹെഡ് വോയിസ് തന്നെയായിരുന്നു, കുറെ ഭാഗത്ത്. ഓക്കെ. ആ, അതായത് അനുപല്ലവി ചരണമെല്ലാം പാടുമ്പോ തുടക്കം. ആ, കോടമഞ്ഞിൻ കുഞ്ഞാടേ. അതെ 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 അതെ. ആ അതല്ലേ. പക്ഷെ കൊള്ളാം, അത് ബ്രില്യന്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോ. താങ്ക് യു സാർ. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യങ്ങളെല്ലാം MJ അങ്കിൾ പറഞ്ഞു തന്നല്ലോ, പറഞ്ഞല്ലോ. എനിക്ക് എല്ലാം വളരെ ആ ഫീൽ കൊടുത്തതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മാൻപേടയെ. ഓക്കെ, അപ്പൊ എന്തായാലും മിടുക്കനാ, എന്റെ ചങ്ക് മിടുക്കനാ, മിടുമിടുക്കൻ. താങ്ക് യു സാർ. യെസ്. ഓക്കെ, താങ്ക് യു. വീരപ്പൻ സാറിന് ഹെഡ് വോയിസിനെ പറ്റി ഒന്നും അറിഞ്ഞൂടെ റിയങ്കുട്ടാ? അതൊന്നും കരുതണ്ട. ആകെ അറിയാവുന്ന ഹെഡ് വെയിറ്റിനെ പറ്റിയാ. ഇല്ല, അഹംബോധമാണ് എനിക്കുള്ളത്. അഹംബോധം. അഹങ്കാരമല്ല, അഹംബോധം. അതെനിക്ക് പറഞ്ഞു തന്നത് എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. റിയകുട്ട എന്തോ മിടുക്കനായിട്ട് പാടി കേട്ടോ. താങ്ക് യു. മിടുക്കനായിട്ട് പാടി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഭാഗങ്ങൾ നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് ആ യു. മാൻപേടയൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ആ വെയിറ്റ് കൊടുത്തത് ഞാൻ വിചാരിച്ചു ദാസറിന്റെ ശബ്ദം പോലെ ആക്കാൻ വേണ്ടി നോക്കിയതാന്ന് വിചാരിച്ചു. ഞാനാണോ? ദാസർ അങ്ങനെയാ പാടിയത്. അത് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചതാ. ആ പിന്നെ yes. ഒരു കോമഡി ഉണ്ട്. എനിക്ക് ഒരു സാധനം തോന്നിയേ, എന്താണ്? പാട്ടിന്റെ കേട്ടോ മീനൂട്ടി ചേച്ചി സംസാരം ഒന്ന് കരുതണ്ട. ഇല്ല. പാട്ടിന്റെ ആ മാൻപേട എന്ന് പറയുന്ന സ്ഥലത്ത് പറയുമ്പോ ചിരി വരുവാ. പറഞ്ഞോ? അത് കേട്ടിട്ട് സാറ് ചിരിച്ചിട്ട് അയ്യോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിയായിരുന്നു. പാടട്ടെ? ഏത് സാറ്? മാൻപേടെ ഭാഗം ഏത് സാറ്? എന്നെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന സാറ്. ആണോ? ഓക്കെ. പാടിക്കോ? പാടണോ? ചമ്മലുണ്ടാവാ. ഏയ് പാടിക്കോ. മറക്കില്ല ഞാൻ എന്റെ മാൻപേടയെ. ചെറിയ ഇംപ്രൂവൈസേഷൻസ് കൊണ്ടുവരുക. ചെറിയ അവന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയില് രസമുണ്ടടാ. എന്തായാലും കലക്കി റിയാങ്കുട്ടാ, അടിപൊളി. എനിക്ക് എപ്പോഴും പറയുന്ന പോലെ റിയാങ്കുട്ടിന്റെ ആ മ്യൂസിക്കാലിറ്റി ആണ് ഇന്നും എന്നെ അട്രാക്ട് ചെയ്തത്. ആ ഇടയിലൊരു ഇതൊക്കെ വന്നപ്പോ ഡാൻസ് ഒക്കെ കളിച്ചത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. മാത്രമല്ല നല്ല അടിപൊളി കോസ്റ്റ്യൂം. എനിക്ക് കണ്ടപ്പോ തന്നെ ആ പടത്തിലത്തെ കുറെ സീനുകൾ ഇങ്ങനെ ഓർമ്മ വന്നു. ഭയങ്കര കോമഡി പടമല്ലേ പറക്കുന്തളിക? ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി പടമാ, നല്ല രസമാ. അപ്പൊ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. എന്തായാലും മിടുക്കനായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. താങ്ക് യു ചേച്ചി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്. കാര്യമൊക്കെ ശരി. എന്റെ ചങ്കിന് നല്ല മാർക്ക് കൊടുത്തോളാം, ഇല്ലെങ്കിൽ ആ പഴയ ഫൈൻ തിരിച്ചു വരും. ശരി സാറേ, സാറ് പറയുന്ന ചെയ്യാം. ഓ, നന്നായിട്ട് മാർക്ക് കൊടുത്തില്ലെങ്കിൽ തന്റെ അടുത്ത ഗാനമേളയ്ക്ക് ഞാൻ വന്ന് പ്രശ്നമാക്കും. 10 മണിക്ക് മുന്നേ 10 മണിക്ക് ഞാൻ ഫ്യൂസ് സാറേ വരും. അങ്ങനെ ചെയ്യരുത്. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് സാറേ, പ്ലീസ്.
അതൊന്നും എനിക്കറിയണ്ട. നല്ല മാർക്ക് കൊടുത്തില്ലെങ്കിൽ 10 മണിക്ക് ഞാൻ അവിടെ എത്തി കറക്റ്റ് സമയത്ത് ഫ്യൂസ് വരും. മിനിറ്റ് എന്താ പേടിയാന്ന്. ഒന്നും പേടിക്കണ്ട, മാർക്ക് കൊടുത്തോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഒരു ലോല ഹൃദയനാന്ന് തോന്നുന്നു. ഇച്ചിരി ഒന്ന് കൊട്ടിയാ മതി. അങ്ങനെ പറയ് ചങ്കേ, പറയ്. ഇതിപ്പോര്. എനിക്ക് മനസ്സിലായി. റിയ കൊണ്ട് കറക്ക വെള്ളത്തെ മീൻ പിടിക്കാണ്. ഞാൻ പേടിച്ചാണ് മാർക്കാരണേ. അതുകൊണ്ട് ഇച്ചിരി വീക്കല്ലേ. അല്ലെങ്കിൽ കേസ് എടുക്കുന്നൊക്കെ പറയാ. അയ്യോ, ഇല്ലെങ്കിൽ എന്റെ അടുത്ത പരിപാടി കൊളാക്കൊന്നും പറഞ്ഞു റിയാൻ കുട്ടാ. ഫ്യൂസ് വരും, ഫ്യൂസ് അയ്യോ, വരും. എന്റെയും ഫ്യൂസ് വരും. അപ്പൊ റിയാൻകുട്ടന് ഇന്ന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98 ഔട്ട് ഓഫ് 100. തിരക്കില്ലാത്ത മാർക്കാണ്. അതെ സാർ, ഹാപ്പി അല്ലേ സാർ? ഫൈൻ ഞാൻ തിരിച്ചെടുത്തു. ആ സാറ് ഹാപ്പി ആയാ മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട ഇപ്പൊ. ഞങ്ങൾക്ക് സന്തോഷായി. അപ്പൊ അങ്കിളിനെ കൂട്ടിക്കൊണ്ട് പോവാണോ തിരിച്ചു? അതെ, അങ്കിൾ ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് സമയം പാട്ടൊക്കെ വെക്കാലോ. ഓക്കെ, ഫോട്ടോ കഴിഞ്ഞിട്ട് കൊണ്ടുവരണേ. കൊണ്ടുവരാം. അതേപടി ഈ സാധനത്തിന് തിരിച്ചേപ്പിച്ചേക്കാം. ഓക്കെ, ബൈ. ബൈ. പിന്നെ കാണാം ചങ്കേ. ഓക്കെ, പിന്നെ കാണാം. ആരി ചേച്ചി, യെസ്, പെർഫോമൻസ് റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. തോന്നി, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. സന്തോഷായില്ലേ? വെരി ഹാപ്പി. പെർഫോം ചെയ്യാൻ എത്തുന്ന ആളെയും കൂടെ കേട്ടാ കുറച്ച് കൂടുതൽ സന്തോഷം വരും. ആരാണ് വരാൻ നമ്മുടെ പോകുന്നത്? ശിവകാമി കുട്ടിയുടെ പെർഫോമൻസ് റൗണ്ട് ആണ്. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. ഓരോ ദിവസം ഞെട്ടിക്കാണല്ലോ ഓരോ ഉടുപ്പ് കൊണ്ടുവന്ന്. അതെ, വെറൈറ്റി ഉടുപ്പ്. ഉഗ്രൻ ഉടുപ്പാണല്ലോ ഇന്ന്. നല്ല തിളക്കം, നല്ല ഉടുപ്പാണല്ലോ. അതെ. ഇളകി വരിക. ഒരു രാജകുമാരി പോലെ ഉണ്ടോടാ. അതെ, തലയിലൊക്കെ ഒരുപാട് ക്ലിപ്പ് ഉണ്ട് ഇന്ന്. നോക്കട്ടെ. ആ, ബാക്കിലോട്ടുണ്ട്. ബാക്കില്. അയ്യോ, നിരത്തി വെച്ചിട്ടുണ്ട് ക്ലിപ്പ് അല്ലേ? അതെ ഉഗ്രൻ. ഇത് കളറാണ് കൃത്യമായിട്ട് പറയണെങ്കിൽ മെറൂൺ ആണോ? മെറൂൺ Maroon. അപ്പൊ പാട്ട് ചെയ്ത് പെർഫോമൻസ് അല്ലേ? സാധാരണ ഞാൻ എപ്പോഴും ആലോചിക്കേ, അത് നല്ല വണ്ടർഫുൾ മെലഡീസ് പാടാറുണ്ട്. പക്ഷെ മിക്കതിലും എന്തോ ഒരു സങ്കടത്തിന്റെ ഒരു എലിമെന്റ് പല പാട്ടുകളിലും ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ പാട്ട് അങ്ങനത്തെ സങ്കടപ്പാട്ടായിരിക്കും. അപ്പോൾ ഭഗവാനെ വിളിക്കുന്ന പാട്ടാണെങ്കിലും സങ്കടമായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള പാട്ടുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ അങ്ങനെ ഒരു പാട്ടല്ല. അത് അതിനുള്ള ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഡിഫറെന്റ് ആണ് അല്ലേ ഒരു സാധാരണ ഡിഫറെന്റ് ആണ്, ചൂസ് ചെയ്യുന്നത്. സന്തോഷമാണ്, പോസിറ്റിവിറ്റിയാണ്, അതിന്റെ വൈബാണ്. ഇങ്ങനെ സ്റ്റേജ് മര്യാദയ്ക്ക് തൂക്കിക്കൊണ്ടു കേട്ടോ. അതെ. ഓക്കെ, ഉറപ്പല്ലേ? ഏത് പാട്ടാ ശിവകാമി കുട്ടി പാടുന്നേ? രാമായണക്കൻ. ഡാൻസ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഡാൻസ് കാണാൻ കൊതി. ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നമ്മള്. ഇന്ന് വേഗം ഡീറ്റെയിൽസ് പറഞ്ഞു അല്ലേ? ഇതൊക്കെ സംഭവിക്കുമ്പോടെ സിനിമ അഭിമന്യു. സംഗീതം രവീന്ദ്രൻ മാസ്റ്റർ. വരികൾ കൈതപ്രം സാറ്. വർഷം 1991. പാടിയത് MG ശ്രീകുമാർ സാറും ചിത്രാമ്മയും മിമ്മിനിയാണ്. ഓക്കെ, പാടട്ടെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. Zile zile zuma zumana, zile zile zuma
വെരി ഗുഡ് സൂപ്പർ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കും ഇത് ശിവാമയാണോ? നമ്മുടെ ശിവകാമിക്കുട്ടി തന്നെയത്. അതോ അന്യനാണോ? അന്യൻ അന്യനല്ല. ഇത് അവതാർ 3.0 ആണെന്ന് തോന്നുന്നു. 3.0 അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. അതെ. മാത്രമല്ല ഇടയ്ക്ക് ഒരു ചെറിയ ബോഡി ലാംഗ്വേജ് നേരത്തെ മധുവും പറയുന്നുണ്ടായിരുന്നത്. മധു അങ്ങനെയൊക്കെ ആ ചരണം പാടിയത് എന്റെ അമ്മേ. അതെ അതെ, എന്തൊരു ഗ്ലോറിയസ് ആയിട്ട് പാടിക്കളഞ്ഞു. ആ ഈ പാട്ടൊക്കെ പഴയ കാലത്ത് ഈ ഗാനമേളകൾക്ക് ഈ പാട്ടൊന്നും പാടാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എവിടെ പോയാലും രാമായണ കാട്ട് പാടിയിട്ട് പോയാൽ മതി. അങ്ങനെയൊക്കെ ചെറിയ സ്ലിപ്പില്ലേ, അതിൽ എഴുതി തരും. അവസാനത്തെ പാട്ട് ചിലപ്പോ ഇതായിരിക്കും. അത് തന്നെ, അത് പാടിയിട്ട് പോയാൽ മതി. ഇതുപോലെ തന്നെ മറ്റേ ഓട്ടോയുടെ പാട്ടില്ലേ, സുന്ദരി 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 ഒന്നിരിക്കുക, അതുപോലത്തെ പാട്ടുകളൊക്കെ ആ കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. ഈ ഗാനമേളകളായിരുന്നല്ലോ കൂടുതൽ. ഞാനും പാടിയിട്ടുണ്ട് കുറെ ഗാനമേളകൾക്ക് ആ സമയത്ത്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായ ഒരു സോങ് ആണ്. ശിവകാമി കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു ആൾമാറാട്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓഫ് കോഴ്സ് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, രാഗം പുതുരാഗം ഈ മണ്ണിൽ മാറിൽ നിറയാൻ, അവിടേക്കുള്ള സംഗതികളൊക്കെ വെടിച്ചില്ലായിരുന്നു. ക്ലാരിറ്റി, എക്സ്പ്രഷൻസ്, അതേസമയം ഒരു മെലഡി, അതും അണ്ടർലൈൻ ചെയ്യുന്നുണ്ട് അതിനിടയിൽ. കാരണം ശിവകാമി കുഞ്ഞിന് ഏറ്റവും പാടാൻ ഇഷ്ടമുള്ളത് മെലഡിയാണ്. അപ്പൊ അതുകൊണ്ട് ആ മെലോഡിയസ് ആയിട്ടുള്ള പോർഷനിൽ പതുക്കെ ആ പമ്പാ മേളങ്ങൾ തുള്ളിത്തുളുമ്പും, അവിടെ കുറച്ചും കൂടെ റിതമിക്കായാലോ അത് പമ്പാ മേളങ്ങൾ, അപ്പൊ കുറച്ചും കൂടെ തുള്ളണ്ടേ എന്നൊരു സംശയം. പമ്പാമേളങ്ങൾ തുള്ളിത്തുളുമ്പും മകരമേളങ്ങൾ അടിത്തിമർക്കും സിന്ധുവും ഗംഗയും പാടുമ്പോൾ കാവേരി തീരങ്ങൾ പൂക്കുമ്പോൾ സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവാ ഇല്ലേ, അത് പദങ്ങളായി നിറഞ്ഞുവാ, അത് കുറച്ചും കൂടെ റിതമിക്കായിട്ട് പാടാം. സ്വരങ്ങളിൽ വരങ്ങളാം പദങ്ങളായി നിറഞ്ഞുവാ രാമായണക്കാറ്റേ അതിനിടയിൽ ശ്വാസം എടുത്താലേ കിട്ടുള്ളൂ അല്ലേ. ആ ഒന്നിച്ചൊരു രാമായണ കാറ്റ് വരെ ഒരു ശ്വാസത്തിൽ കിട്ടുമോ? ബുദ്ധിമുട്ടാണല്ലേ. ട്രൈ നോക്കിയാലോ? നല്ലൊരു ശ്വാസം എടുത്തിട്ട് ട്രൈ നോക്കാം. സിമ്പിളായിട്ട് വന്നു. ഇത്രേ ഉള്ളൂ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് പറ്റൂലെന്ന്. കേട്ടോ, ശരിക്കും പറ്റും. അതെ,
ശിവകാമി കുഞ്ഞിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല, അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ട്രൈ ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാം. ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു കാല് വെക്കുമ്പോൾ തന്നെ അയ്യോ എനിക്ക് പറ്റൂല 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 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇടിച്ച് അങ്ങോട്ട് വെച്ച് പറ്റിക്കും. കേട്ടോ, അത് വേണം കേട്ടോ. അത് നല്ല സൂപ്പറായിരുന്നു. രണ്ടാമത്തെ ചരണം സൂപ്പറായിരുന്നു. ലാസ്റ്റ് പല്ലവി അറിയാതെ ഞാൻ എണിച്ചു, നമ്മളെല്ലാവരും എണീറ്റു. പിന്നെ ഒരു ഡാൻസും പറ്റാത്ത ഞാൻ വരെ ഡാൻസ് ചെയ്തു. ഇങ്ങനെ അതെന്തായിരുന്നു സ്റ്റെപ്പ്? ഇത് അതെ, ഇതൊക്കെ ഉള്ളു നമുക്ക്, നമ്മുടെ കയ്യിൽ ആകെയുള്ള ഇതൊക്കെയാണ്. നല്ല തടിയുള്ള ഒരു മോർണിംഗ് വാക്കിന് പോകുമ്പോ ഇങ്ങനെ നടക്കൂലേ, അതുപോലുള്ള കോറിയോഗ്രാഫി ഉണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ ഇങ്ങനെ നടന്നു, വലിയൊരു ആളുകൾ നടക്കുക. പക്ഷെ അതേസമയം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശ്രമം ഉണ്ടല്ലോ, അതെ അതെ അതെ. അത് നല്ലതാണ്. നമ്മള് ഫ്രീ ആണ് മോളെ, ഫ്രീഡം. അതാണ് ഒരു കലാകാരിക്ക് ഏറ്റവും അധികം ഈ ലോകം തരുന്നത്, അതാണ് ഫ്രീഡം. അവരുടെ കല എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം. ആ ഫ്രീഡം ശിവകാമി കുഞ്ഞിനുണ്ട്, ഒത്തിരി ഉണ്ട്. ആര് പറഞ്ഞാലും കേൾക്കണ്ട, അച്ഛനും അമ്മയും പറഞ്ഞാലും കേൾക്കണ്ട. ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നൊക്കെ പലതും പറയും, അതൊന്നും കേൾക്കണ്ട. നമ്മൾ ആ കയറൊക്കെ പൊട്ടിച്ച് നമ്മൾ അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ ചാടാൻ പോവാണ്. ഈ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ആരാണ് ഭരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് അഹങ്കാരമല്ല, അത് അഹംബോധമാണ്. അപ്പൊ അതുണ്ടെങ്കിലാണ് നമുക്ക് ആ സ്റ്റേജ് ഭരിക്കാൻ പറ്റും, കമാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം രീതിയിൽ. അതുപോലെ തുണ്ടുപല്ലവിയിൽ രാമായണക്കാറ്റ് സംഗതി എങ്ങനെയായിരുന്നു? രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ, ഈ സംഗതിയാണ് ചോദിച്ചത്. അതൊന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് പാടി കേൾപ്പിക്കാം. അതൊന്ന് അവിടെ സ്ലിപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് സൗഹൃദങ്ങൾ നമുക്ക് പകർന്നു തരാം. രാമായണക്കാറ്റിൽ നമുക്കിങ്ങനെ ഒഴുകി ഒഴുകി പോവാം. രാഖി ബന്ധനങ്ങൾ എന്ന് പാടാം. ബന്ധനം എന്നാണ് പാടിയത്, ആ ബാ വരണം. അതുപോലെ സിന്ധുവും ഗംഗയും, ഗംഗയല്ല ഗംഗയാണ് കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ശിവകാമി കുട്ടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ 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 ശിവകാമി കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം. അപ്പൊ ഇന്ന് ചെയ്ത സ്റ്റെപ്സും കൊള്ളായിരുന്നു കേട്ടോ. അത്യാവശ്യം അധികം ശക്തിയായിട്ടൊന്നും ബോഡി അനക്കുന്നില്ലെങ്കിലും ശരീരാധ്വാനം ഇല്ല, ശരീര അധ്വാനം കുറവാണെങ്കിലും സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഏത് സ്റ്റെപ്പാണെന്നുള്ളത് കേട്ടോ. പിന്നെ പാടിയതാണെങ്കിലും വളരെ വളരെ മനോഹരമായിട്ട് പാടി. ഇപ്പോൾ MJ ഞങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങള്, പിന്നെ അത് കൂടാണ്ട് തുണ്ടുപല്ലവിയില് രാമായണക്കാറ്റ് എന്നീലാംബരിക്കാറ്റ് പാടിയില്ലേ, അതായത് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന തുണ്ടുപല്ലവിയില് രണ്ടാമത് പാടിയത് രാമായണക്കാറ്റേ എന്നീല, അവിടെ ഒരു ഗ്ലുമ്മം വന്നു അല്ലേ? ഒരു ഗ്ലും ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അവിടുത്തെ പല്ലവി? അതെ, ആ സംഗതിയിലാണ് കുറച്ച് സ്ലിപ്പായി പോയത്. പിന്നെ നീലാംബരി കാറ്റയില് ഗ്ലുമ്മം വന്നു, അതാണ്. ബാക്കിയെല്ലാം സൂപ്പറോ സൂപ്പർ. അവിടെ പെർഫെക്ഷൻ ഒരു സോഫ്റ്റ്വെയർ ഇങ്ങനെ അവിടെ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഉണ്ട് ഇൻബിൽറ്റ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ മാത്രല്ല ഈസി സിംഗിങ്, ഒരു സ്ട്രെയിൻ ഒന്നും തോന്നുന്നില്ല. അതെ, കറക്റ്റ്. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി നൈസ് വെരി നൈസ്. ശിവകാമി കുട്ടി, ഇന്നൊരു സ്പെഷ്യൽ കയ്യടി എന്തിനാന്നറിയോ? പുതിയ പുതിയ എഫേർട്ടുകൾ ഇടുന്നതിനാണ് ഇന്നത്തെ സ്പെഷ്യൽ കയ്യടി എന്റെ ശിവകാമി കുട്ടിക്ക് ഞാൻ കൊടുക്കുന്നത്. ശിവകാമി കുട്ടിയുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് വേറൊരു പാട്ട് സെലക്ട് ചെയ്ത് പെർഫോമൻസ് റൗണ്ടിന് പെർഫോം ചെയ്തതിനാണ് ഒരു കാര്യം. 1. 2, ആ പെർഫോമൻസ് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ശിവകാമി കുട്ടി ഡാൻസും അതിന് കുറെ കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യാൻ ശ്രമിച്ചതിനാണ് രണ്ടാമത്തെ കയ്യടി. അപ്പൊ ഇത് രണ്ടും ശിവകാമി കുട്ടിയുടെ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലത്തെ ജേർണിയിൽ പുതിയതായിട്ട് ഇന്ന് അറ്റംപ്റ്റ് ചെയ്ത 2 അടിപൊളി കാര്യങ്ങളാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടുകയായിട്ട് പാടി. എനിക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഗ്ലുമ്മും മാറ്റി വെക്കുകയാണ് ഞാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന് ആ വോയിസിന്റെ പവറാ. ഇന്നാണ് ശരിക്കും ശിവകാമി കുട്ടിയുടെ ശബ്ദത്തിന്റെ ആ ഒരു ഗാംഭീര്യം ഇല്ലേ, ആ ഭാഗം ഇന്നാണ് ശരിക്കും കേട്ടത്. ആ രാമായണക്കാറ്റേന്ന് പാടി ആ ഓപ്പൺ ചെയ്തപ്പോ തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വോയിസ് ശിവകാമി കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ
വിചാരിച്ചതേ ഇല്ല, ഞാൻ ശരിക്കും ഇതാണ് ഞെട്ടിപ്പോയി. ശിവകാമിക്കുട്ടിയുടെ പുതിയ മുഖം. സത്യം, ശിവകാമിക്കുട്ടിയുടെ പുതിയ മുഖം ഇന്ന് കണ്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവസാനം എഴുന്നേറ്റിരുന്ന് ഡാൻസ് ഒരു ഉഗ്രൻ കയ്യടി കൊടുത്തത്. അത് അടിപൊളിയായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ പുതിയ പുതിയ എഫേർട്ടുകൾ ഇനിയും ഉണ്ടാവട്ടെ ശിവകാമിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന്. ഇതുപോലെ തന്നെ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാ കേട്ടോ. മിടുക്കിയായി പാടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ശിവകാമി കുഞ്ഞിന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 99 on 100 ടുഡേ. ഇത്ര നന്നായിട്ട് പാടിയ നമ്മുടെ ശിവകാമി കുട്ടിയാണ് പെർഫോമർ ഓഫ് ദ ഡേ. ഹരി ചേച്ചി, welcome. ശിവകാമിക്കുട്ടിയുടെ പുതിയ വേർഷൻ കാണാനാണ് ഞാൻ ഇത്ര അടുത്ത് വന്നത്. ആണോ? കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരു കിൻഡർ ബോക്സ് നൽകുന്നു. അതെ, കിൻഡർ മോക്സിന്റെ ഒരു സൂപ്പർ ഉടുപ്പാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്, മിടുക്കി, അടിപൊളിയായി പാടി. താങ്ക് യു ഹരി ചേച്ചി, താങ്ക് യു ശിവകാമിക്കുട്ടി. ബൈ. ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരും ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നത്തേക്ക് നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ആരും വിഷമിക്കേണ്ട, നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.